കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, കോൺഗ്രസിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസ് ആയുധമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ഒരു കാലഘട്ടം മുതൽ ഇന്ന് തൃശ്ശൂരിലെ പരാജയം വരെ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയ നേതാക്കന്മാർ നിരവധിയാണ്. കാലുവാരിയവരും അനേകമാണ്. ആരൊക്കെയായിരുന്നു രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകേണ്ടിയിരുന്ന കെ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയ നേതാക്കന്മാർ? തുറന്നു പറയുകയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ മീര സാഹിബിൻ്റെ മകൾ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് 20ാമത്തെ വയസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇന്ന് കൈക്കുഞ്ഞുമായി നഗരസഭയുടെ അധ്യക്ഷയായി എത്തി നിൽക്കുന്ന പല വീഡിയോകളും വൈറലായി നിൽക്കുന്ന കാലത്തിനു മുമ്പ് കൈക്കുഞ്ഞുമായി നഗരസഭയിലെത്തി അധ്യക്ഷയുടെ ചുമതല കൃത്യമായി നിർവഹിച്ച അജീബ എം സാഹിബ്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ രണ്ടാക്കുക എന്നത് യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പിൻ്റെ അജണ്ടയായിരുന്നു എന്നാണ് അജീബ പറയുന്നത്. AK ആന്റണിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് കെ മുരളീധരൻ എന്ന തരത്തിലേക്കുള്ള ഒരു മറുപടി അന്ന് AK ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് DIC എന്ന പാർട്ടി ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം. മുഖ്യമന്ത്രിയാകാൻ പിന്നീട് കുപ്പായം ധരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. മുരളീധരൻ ഐ ഗ്രൂപ്പ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് ഐ ഗ്രൂപ്പിലെ ചില പ്രമുഖരായ നേതാക്കന്മാർ കെ കരുണാകരനെ അറിയിച്ചു. അതോടുകൂടി കെ കരുണാകരന് മുരളീധരനോട് അകൽച്ച വന്നു. പ്രശ്നങ്ങൾ വളർന്നു വലുതായി. അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ ആ പ്രശ്നങ്ങളെ വളർത്തി വലുതാക്കി. പത്മജ ഐ ഗ്രൂപ്പിലെ കെ കരുണാകരനും MLA-മാർക്കും ഇടയിലെ ഇടനിലക്കാരിയായിരുന്നു. അച്ഛനെയും മകനെയും തമ്മിൽ എല്ലാ കാലത്തും തെറ്റിച്ചിരുന്നത് പത്മജയായിരുന്നു. MLA-മാരെ അപ്പുറത്ത് കൊണ്ടുപോകാൻ ഏറ്റവും അധികം സഹായിച്ചതും പത്മജയായിരുന്നു. അതിന് പാരിതോഷികമായി അന്ന് ലഭിച്ചതാണ് 2ഉം 3ഉം തവണ മത്സരിക്കുവാനുള്ള MLA സീറ്റും KPCC മെമ്പർ എന്ന പദവിയും KTDC ചെയർപേഴ്സൺ സ്ഥാനവുമൊക്കെ. അതെല്ലാം പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച ഗിഫ്റ്റുകളായിരുന്നു. തനിക്ക് ശേഷം ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് തൻ്റെ മകനായ കെ മുരളീധരനാണെന്ന് പറഞ്ഞ കെ കരുണാകരനെ കൊണ്ട് തന്നെ മകനെതിരായി രൂക്ഷഭാഷ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക്കുന്നു. തനിക്ക് ശേഷം ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് തൻ്റെ മകനാണെന്ന് പറഞ്ഞ കെ കരുണാകരൻ പോലും അറിയാതെ നേതാക്കന്മാരെ തന്നോടൊപ്പം നിർത്തി സുരക്ഷിതമാർന്നൊരു മണ്ഡലം ഉണ്ടാക്കുവാൻ ശ്രമിച്ചത് പത്മജ വേണുഗോപാലായിരുന്നു. മനംമടുത്ത മുരളീധരൻ അതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് നിർത്തിയില്ല പത്മജ വേണുഗോപാൽ. കെ മുരളീധരനോടൊപ്പം അന്ന് ഒരുപറ്റം ഐ ഗ്രൂപ്പിലെ നേതാക്കന്മാരുണ്ടായിരുന്നു. കെ മുരളീധരനെയും ഐ ഗ്രൂപ്പിലെ നേതാക്കന്മാരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാതെ പത്മജ വേണുഗോപാൽ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ കെ മുരളീധരന് നിയമസഭയിലേക്ക് സീറ്റ് നൽകി അദ്ദേഹത്തെ മാത്രം പാർട്ടിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന നേതാക്കന്മാരെയും അണികളെയും കാര്യമായ രീതിയിൽ പരിഗണിച്ചതുമില്ല. അതോടെ അണികളില്ലാത്ത നേതാവെന്ന തരത്തിലേക്ക് വീണ്ടും രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തി കെ മുരളീധരൻ. പത്മജ വേണുഗോപാലിൻ്റെ ഈ തന്ത്രപരമായ നീക്കത്തിനൊക്കെ കൂട്ടുനിന്നവരായിരുന്നു പ്രവീൺ കുമാറും KP കുഞ്ഞിക്കണ്ണനും. അങ്ങനെയാണ് ഒന്നുമല്ലാതിരുന്ന പ്രവീൺ കുമാർ പിന്നീട് KPCC സെക്രട്ടറിയും അതിനുശേഷം KPCC ജനറൽ സെക്രട്ടറിയായി മാറുന്നതുമൊക്കെ. MLA സ്ഥാനത്തേക്ക് 2 തവണ മത്സരിക്കുവാൻ അവസരം കിട്ടുന്നതും ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡൻ്റായിരിക്കുന്നതുമൊക്കെ അതിനുള്ള പ്രതിഫലം മാത്രമാണ്. കെ മുരളീധരനെ അടിമുടി വിറ്റതിൻ്റെ പ്രതിഫലമാണ് ഈ നേട്ടങ്ങളെല്ലാം തന്നെയെന്ന് ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ഇപ്പോഴും അറിയാം. ആ സമയങ്ങളിലെല്ലാം കെ മുരളീധരൻ താൻ നയിക്കുന്ന തരത്തിൽ തന്നെയാണ് പോകുന്നതെന്ന് പ്രവീണിനും ഉറപ്പായിരുന്നു. കെ മുരളീധരന് പ്രവീൺ പറയുന്നത് മാത്രം കേൾക്കുവാനുള്ള സാഹചര്യമേ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല മുരളീധരന് പിന്നിൽ നിന്നുള്ള കുത്ത്. പാർട്ടിക്കുള്ളിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയും പാർട്ടിയെ തിരുത്തേണ്ട സമയങ്ങളിൽ തിരുത്തിയുമൊക്കെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി മുരളീധരൻ മുൻപോട്ട് പോകുന്നു. കെ കരുണാകരൻ്റെ അതേ രാഷ്ട്രീയ വീര്യവുമായി മുരളീധരൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം മുൻപോട്ട് വീണ്ടും നയിക്കുന്നു. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥിയായി പിന്നീട് കെ മുരളീധരൻ എത്തുകയാണ്. ചിലയിടങ്ങളിൽ വിജയമുണ്ടാകുന്നു, ചിലയിടങ്ങളിൽ പരാജയവും. തന്നെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച വട്ടിയൂർക്കാവിലെ സമ്മതിദായകരെ മാറ്റി നിർത്തി വടകരയിലെ MP സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ ഏറ്റവും ദുർഘടമായിരുന്ന ഒരു സമയത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്നു. എന്നാൽ 2019 വമ്പൻ വിജയം കൈവരിച്ച മുരളീധരനെ പിന്നെയും പാർട്ടിയിലെ ഈ നേതാവ് പിന്നിൽ നിന്ന് കുത്തി.
കെ.സി. വേണുഗോപാലിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് ആലപ്പുഴ ആയിരിക്കണമെന്ന തീരുമാനത്തിലും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആലപ്പുഴയിലേക്ക് കെ.സി. വേണുഗോപാലിനെ പരിഗണിക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാനെ മാറ്റുന്നു. ഷാനിമോൾ ഉസ്മാൻ മാറുമ്പോൾ രാഷ്ട്രീയത്തിനുള്ളിലെ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ ഒരു സമവായമാണ് മാറിപ്പോകുന്നത്. അതായത് കോൺഗ്രസിലെ മുസ്ലിം നാമധാരികൾക്ക് സീറ്റില്ലാതെയാകുന്നു. അതുണ്ടാക്കുവാൻ പോകുന്ന ആഘാതങ്ങളെ ഓർത്ത് പാർട്ടി കാര്യമായ രീതിയിൽ ചർച്ച നടത്തുന്നു. പിന്നീട് ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാൻ സാധ്യതയേറെ ഉള്ളത് വടകരയാണ്. പക്ഷേ വടകരയിൽ മത്സരിക്കുന്നതാകട്ടെ കെ ശൈലജ ടീച്ചറും. ശൈലജ ടീച്ചറെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്തൊക്കെ കെ മുരളീധരന് ഇപ്പോഴും വടകരയിലും കേരളത്തിലെ ഏത് മണ്ഡലത്തിലുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടേക്ക് ഷാഫി പറമ്പിലിനെ ഇറക്കി വടകര കുറച്ചുകൂടി ഭദ്രമാക്കുന്നു. കെ മുരളീധരനെ അവിടെ നിന്ന് മാറ്റി തൃശ്ശൂരെന്ന സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ ടി.എൻ. പ്രതാപന് പകരം മുരളീധരൻ എത്തുന്നതോടുകൂടി രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുക തന്നെയായിരുന്നു. 56,000-ൽ പരം വോട്ടുകൾ BJP അവിടെ ചേർത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? കാലങ്ങളായി തൃശ്ശൂരിൻ്റെ MP ആയിരുന്ന ടി.എൻ. പ്രതാപൻ എന്ത് ചെയ്യുകയായിരുന്നു? കോൺഗ്രസിൻ്റെ ബൂത്ത് തലത്തിലുള്ള നേതൃത്വവും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുമൊക്കെ ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ട് സജ്ജമായി അവർ പ്രവർത്തിച്ചില്ല? ക്രൈസ്തവ വോട്ടുകളൊക്കെ സുരേഷ് ഗോപിയിലേക്ക് ഏകീകരിച്ചു എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ. പക്ഷേ 56,000-ൽ പരം വോട്ടുകൾ BJP ചേർത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ലേ? ടി.എൻ. പ്രതാപൻ എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു? ടി.എൻ. പ്രതാപൻ എന്തുകൊണ്ട് കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല? തൃശ്ശൂരിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന സാധാരണക്കാരനായ നേതാവാണ് താനെന്ന് ടി.എൻ. പ്രതാപൻ അടിക്കടി പറയുമ്പോഴും ആ സാധാരണക്കാരനായ നേതാവിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ ഒരു അവസരം നൽകിയപ്പോഴും എന്തുകൊണ്ട് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയില്ല? അവിടെയും കെ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയത് ടി.എൻ. പ്രതാപനാണെന്ന് പറയാതെ പറയുകയാണ് സാഹിബ. പാർട്ടിയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ മാറി നിൽക്കേണ്ടി വന്ന അജീബ എം സാഹിബ വീണ്ടും പാർട്ടിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അതിൽ പ്രധാനം കെ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയ നേതാക്കന്മാരെ പറ്റി തന്നെയാണ്. അതിൽ സ്വന്തം അനുജത്തിയായ പത്മജ വേണുഗോപാൽ മുതൽ ഏറ്റവും ഒടുവിൽ 2024-ൽ വമ്പൻ പരാജയത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട ടി.എൻ. പ്രതാപൻ വരെ ഉൾപ്പെടും. കഴിഞ്ഞ ദിവസം മലയാളം എന്ന വാരികയ്ക്ക് അവർ നൽകിയ ഇൻ്റർവ്യൂവിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞത്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ഹതഭാഗ്യനായ നേതാവെന്ന തരത്തിലേക്ക് മുരളീധരനെ വേണമെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം. ജനങ്ങളുടെ പിന്തുണ ആവോളമുള്ള നേതാവ് തന്നെ. പക്ഷേ പാർട്ടിക്കുള്ളിൽ പിന്തുണ വട്ടപൂജ്യം.